നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ BJPക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ചതിനെ തുടർന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ അമിത പ്രതീക്ഷ വച്ചു പുലർത്തുകയായിരുന്നു BJP. ക്രിസ്ത്യൻ വോട്ട് കൂടി തങ്ങൾക്ക് കിട്ടിയാൽ കേരളം പിടിക്കാമെന്നുള്ള ഒരു സങ്കല്പത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. എന്നാൽ ആദ്യം മണിപ്പൂരും ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡും BJPയുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുകയാണ്. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് പിടിച്ച് ജയിലിലാക്കിയതോടുകൂടി കേരളത്തിൽ BJPക്കെതിരെ വലിയ പ്രതിഷേധം ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും ഉണ്ടാവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം BJPക്കൊപ്പം അണിനിരക്കുമെന്നുള്ള സൂചനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം RSSൻ്റെ പശ്ചാത്തലമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അത് ക്രൈസ്തവ വിശ്വാസികളുമായി കൂടുതൽ അടുക്കാൻ BJPക്ക് പ്രേരകമാകും, അല്ലെങ്കിൽ BJPയെ അതിന് സഹായിക്കുമെന്നൊക്കെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം കരുതിയിരുന്നത്. ഏതാണ്ട് അതുപോലെയൊക്കെ ആദ്യഘട്ടങ്ങളിൽ സംഭവിക്കുകയും ചെയ്തു. ഷോൺ ജോർജിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി, അനൂപ് ആന്റണിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടത്തി. മാത്രമല്ല, ഇതിനു മുമ്പ് ഇത്തരത്തിൽ ജോർജ് കുര്യനെ പോലുള്ള ആളുകളെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരെ കൊണ്ടുവന്നു. അതുകൊണ്ടൊക്കെ BJPക്ക് കേരളത്തിൽ അല്പം നേട്ടമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ക്രൈസ്തവ മേഖലകളിൽ കാര്യമായി തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ BJPക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതെല്ലാം തകർന്നടിക്കുകയാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ എല്ലാവരും BJPക്കെതിരെ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തങ്ങളുടെ ഏരിയയിൽ കടന്നു വരാനുള്ള അവസരം പോലും നൽകില്ല എന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദീപിക നേരത്തെ തന്നെ എഡിറ്റോറിയൽ എഴുതി. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ, തൃശ്ശൂർ ഓർത്തഡോക്സ് സഭ അധ്യക്ഷനെ പോലുള്ളവർ കടുത്ത ഭാഷയിലാണ് BJPയെ വിമർശിക്കുന്നത്. ഏതായാലും UDFന് ഇനി ആഹ്ലാദിക്കാം. BJPയിലേക്ക് പോകുന്ന ക്രൈസ്തവ വോട്ടുകൾ തിരിച്ച് UDFിലേക്ക് തന്നെ ഒഴുകുമെന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ ആക്രമണവും അവരെ FIR ഇട്ട് ജയിലിലടച്ചതും, ജാമ്യമില്ലാ കുറ്റം ചുമത്തി ജയിലിലടച്ചതും വലിയ തോതിലുള്ള പ്രതിഷേധം കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ആ 2 കന്യാസ്ത്രീകളും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കാൻ ഇരു പാർട്ടിയിൽപ്പെട്ട നേതാക്കളടക്കം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ, അല്ലെങ്കിൽ മന്ത്രി P രാജീവ് അടക്കമുള്ളവർ അവരുടെ വീടുകളിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുന്ന അവസ്ഥയെല്ലാം ഉണ്ടായി. ഏതായാലും BJPക്ക് ഇപ്പോൾ ഇഞ്ചി കടിച്ച അവസ്ഥയിലാണ് കേരളത്തിൽ. എന്ത് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകളിൽ വലിയ സങ്കല്പം പടുത്തുയർത്തി ക്രൈസ്തവ വോട്ടുകളെ തങ്ങൾക്ക് ഒപ്പമാക്കി കേരളത്തിൽ ഒരു തേരോട്ടം തന്നെ നടത്താനുള്ള പരിപാടിയായിട്ടാണ് BJP മുന്നോട്ട് പോയത്. എന്നാൽ നേരത്തെ മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ ആക്രമണങ്ങളും പിന്നീട് ഛത്തീസ്ഗഡിൽ നടന്ന ക്രൈസ്തവ വേട്ടയും മറ്റ് പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസികളെയും പീഡിപ്പിക്കുന്നതുമെല്ലാം BJPക്ക് കേരളത്തിൽ വലിയ തിരിച്ചടിയാവുകയാണ്. ഒരു BJP നേതാവ് പറഞ്ഞ പോലെ കേരളത്തിലെ BJPയെ നന്നാകാൻ കേന്ദ്ര BJPക്കാർ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരു വിധത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ BJPയിലേക്ക് പതിയെ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതെല്ലാം കൊണ്ടുപോയി ഇവർ നശിപ്പിച്ചത്. ഏതായാലും BJPക്ക് ഇനി കേരളത്തിൽ വലിയ ദുഃഖമുള്ളത് ക്രൈസ്തവ വിശ്വാസികളുടെ പിന്തുണ ഇനി പഴയതുപോലെ BJPക്ക് ലഭിക്കില്ല. പഴയകാലത്തും കാര്യമായൊന്നും ലഭിച്ചിട്ടില്ല. സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിച്ച പിന്തുണയാണ്. ഏതായാലും ഇനി ക്രൈസ്തവ വിശ്വാസികളിൽ നിന്ന് കാര്യമായി കേരളത്തിലെ BJP ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന നിഗമനത്തിൽ BJP എത്തിച്ചേർന്നിരിക്കുകയാണ്. BJP ഓഫീസ് മാരാർജി സ്മൃതി ഭവൻ ഇപ്പോൾ മരിച്ച വീട് പോലെയാണ്. വളരെ സങ്കടാവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്.